വെൽക്കം ഡിയേഴ്സ്. ഇന്നൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു 5-6 കഷ്ണം ചിക്കൻ, ഏകദേശം ഒരു 280 ഗ്രാമോളം ഉണ്ട്. ഇത് കുറച്ച് ഗരം മസാലയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വറുത്തെടുത്ത് തണുത്തതിന് ശേഷം ഇതേ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പുഴുങ്ങിയ 2 ഉരുളക്കിഴങ്ങ് വേണം, ഒരു ചെറിയ സ്പൂൺ ഗരം മസാല, ചെറിയ സ്പൂൺ മുളക് പൊടി, ഉപ്പ്, ഒരു മുട്ട, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു 5 ടേബിൾ സ്പൂൺ ഓട്സും. ഇനി നമുക്ക് ഇതേ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഉടച്ചെടുക്കാം. ഇത് ഉപ്പിടാതെയാണ് ഞാനിത് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയും മുളക് പൊടിയും വേണം. വേറെ മസാലകളൊന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. പിന്നെ സവാള, പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഈ ഗരം മസാലയും മുളക് പൊടിയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. പിന്നെ നമ്മുടെ ഈ സ്നാക്സിലേക്ക് വേണ്ട ഉപ്പ്, പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ വറുക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട കാരണം കൊണ്ട് അളവ് നോക്കിയിട്ട് വേണം ഈ ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഉപ്പ് ചേർക്കാൻ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ കുഴച്ച് ഉരുളക്കിഴങ്ങിൽ മുളകും ഉപ്പും മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ചിക്കൻ്റെ അളവാണ് ഇതിൽ കൂടി നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തത്. ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂടുതലായി നിൽക്കാണ്ട് ചിക്കൻ്റെ അളവ് കൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഉരുളക്കിഴങ്ങ് കുറച്ചെടുത്തത്. ഇനി ഇതുപോലെ നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നമുക്ക് ഈ കാണുന്ന പരുവത്തിൽ കുഞ്ഞു ബോൾസാക്കി എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാതും ഇതുപോലെ കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു മുട്ട നമ്മളിത് അത്യാവശ്യം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഫ്രൈഡ് ചിക്കൻ മോഡൽ സ്നാക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോൺഫ്ലവറും വളരെ തിക്കായിട്ട് വേണം. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല തിക്കായിട്ട് കട്ട കെട്ടാതെ കോൺഫ്ലവർ കലക്കിയെടുക്കാം. ഞാൻ എന്താ വെച്ചാൽ കോൺഫ്ലവറും മുട്ടയും ഇവിടെ ചേർത്തത് എന്താ വെച്ചാൽ നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സ്നാക്സ് ഉൾഭാഗം നല്ല സോഫ്റ്റും പിന്നെ പുറം ഭാഗം നല്ല ക്രിപ്സി ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കോൺഫ്ലവറിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് മുട്ടയിലും ഡിപ്പ് ചെയ്ത് നമ്മുടെ ഓട്സ് നല്ലതുപോലെ ഈ ബോൾസിൽ കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ 2 കോട്ടിങ് കൊടുക്കണം. എന്താ വെച്ചാൽ ഓൾറെഡി ഉരുളക്കിഴങ്ങും നമ്മുടെ ചിക്കനൊക്കെ കുക്ക്ഡാണ്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് അത് നല്ല ക്രിപ്സി ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 കോട്ടിങ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ എല്ലാ ബോൾസും ഇതുപോലെ ഓട്സിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം കൈ പൊള്ളാതെ ഓരോ ബോൾസും നമുക്ക് പതുക്കെ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സ്നാക്സിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസൊക്കെ കുക്കായതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് മുരിഞ്ഞ് വരാനുള്ള സമയമേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഓരോ ബാച്ചും ഇട്ട് വറുത്തെടുക്കാം. ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്കിത് വറുത്ത് പോരാം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിടുമ്പോഴേക്കും നമ്മുടെ ഈ സ്നാക്സ് മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കും. ഈ കാണുന്ന ഒരു ഷെയ്ഡ് മതി. അപ്പോൾ നല്ലതുപോലെ മുരിഞ്ഞ് നമ്മുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്ത ബാച്ച് ഞാനിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ബോൾസ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ടൊമാറ്റോ സോസ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. നമുക്ക് കുറച്ച് തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ടൊമാറ്റോ സോസൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ കുട്ടികൾക്ക് അങ്ങനെയാണ് തയ്യാറാക്കി കൊടുക്കാറ്. അപ്പോൾ ആരെങ്കിലും പുറത്തുനിന്നൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ബോൾസ് നല്ല അടിപൊളിയാണ്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം നമ്മുടെ ഒരു ചിക്കൻ പോപ്സ് ഒക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ്.
അപ്പോൾ നമുക്ക് ടൊമാറ്റോ സോസിൽ മുക്കി നമുക്കത് കഴിച്ച് നോക്കാം. ഇത് നോക്കൂ, പുറം ഭാഗം നല്ല ക്രിപ്സിയും ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ടൊമാറ്റോ സോസിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എന്തായാലും വെറൈറ്റി സ്നാക്സ് ആണല്ലോ കുട്ടികൾക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്കും ഇതുപോലെ തയ്യാറാക്കി നോക്കാം. എന്താ വെച്ചാൽ എല്ലാവരും വീട്ടിലും ഇപ്പോൾ ഓട്സും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. പിന്നെ എൻ്റെ ഈ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. പിന്നെ ചിക്കൻ ലോലിപോപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ഇർക്കിലൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ട, അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടണം. അങ്ങനെ ഇനി പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.